ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പാർവതി. ഞാൻ ബഹ്റൈനിലാണുള്ളത്. ഒരു ബിസിനസ് വുമണാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, പുതിയ ഗവൺമെൻറ് വന്നു, മുഖ്യമന്ത്രിയായി, എല്ലാം നമ്മുടെ നാട്ടിൽ വളരെ ഗംഭീരമായിട്ട് നടന്നു. പക്ഷേ ഈ പ്രവാസി വെൽഫെയർ എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ആരും ഇതുവരെ ഒന്നും ഈ കാലം വരെ സംസാരിച്ചിട്ടില്ല. നമുക്ക് നോർക്കയുണ്ട്, പ്രവാസി ഇൻഷുറൻസ് ഉണ്ട്, എല്ലാത്തിനും പൈസ കൊടുക്കും. കാശില്ലാതെ ഒരു പ്രവാസിക്കും ഒരു കാര്യം നടക്കില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്ന കിടപ്പ്. ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യത്തിലേക്ക് കിടക്കാം. 2 ദിവസം മുൻപ് നടന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉള്ളായിരുന്നു. ഒരു 10-25 വർഷമായിട്ട് പ്രവാസിയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഒരു ദാരുണമായ കഥ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അതിനു വേണ്ടി മാത്രമാണ് ഞാനിത് എടുക്കുന്നത്. എല്ലാവരും ബ്ലോഗ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാറുണ്ട്, കുറേ പ്രവാസി പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ലൈവായിട്ട് കണ്ടിട്ട് ഓരോരുത്തരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ അതിലൊക്കെ ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നിയത്. സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതായത് കഴിഞ്ഞ സൺഡേയിൽ എൻ്റെ കൂട്ടുകാരുടെ മകൾ അവരെ വിട്ട് പോയി എന്ന് പറയാം. അങ്ങനെ പറയാൻ എനിക്കിഷ്ടമുള്ളൂ. അതിൻ്റെ കാര്യം എന്തായിരുന്നു ഉണ്ടായതെന്നാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അവർ യുദ്ധം ആയിരുന്ന സമയത്ത് നാട്ടിൽ പോയി ആഗ്രഹിച്ച് മോഹിച്ചൊരു വീടെല്ലാം വെച്ചു. അതിൻ്റെ പാലുകാഴ്ച കഴിഞ്ഞ് അവർ മോളും കൂടെ ഒരു ആഴ്ചയോളം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. 27 വയസ്സാണ് അവരുടെ മോൾക്കുള്ളത്. ഈ കുഞ്ഞിന് ഒരു 1.5 വയസ്സായപ്പോഴാണ് അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോകുന്നത്. അതിനുശേഷം ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി 25 വർഷത്തോളം പ്രവാസ ജീവിതം അവർ തിരഞ്ഞെടുത്തു. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ആ കൊച്ചിനെ PhD വരെ എടുത്ത് ആ കൊച്ച് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. 2 കിഡ്നി ഫെയിലിയർ ആയിരുന്നു. ഒരമ്മയ്ക്ക് ആ കുഞ്ഞിനെ നോക്കേണ്ട സമയത്ത് അവരുടെ കൂടെ പോയി നിൽക്കാൻ പറ്റിയില്ല. ഒരു കുടുംബക്കാരോ ഒരു ബന്ധുക്കാരോ ആരും തന്നെ അവരെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ അമ്മ എന്നുള്ള ഒരാൾ മരിക്കുന്നിടം വരെ അവരെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം അവളുടെ മിടുക്കൊണ്ട് മാത്രമാണ് ഇത്രയും നേടിയെടുത്തത്. എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ഞായറാഴ്ച അവർ യുദ്ധ സമയത്ത് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുകൊണ്ട് സൗദി വഴി ബഹറിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവിടെ എത്തി അവർ ഈ കഴിഞ്ഞ ഞായറാഴ്ച പെട്ടെന്നൊരു കോൾ വരുന്നു. സാറ്റർഡേ ഈവനിങ്ങിൽ അവർ അപ്പം തന്നെ ഒരു നാട്ടിലേക്ക് കയറുന്നു. മോൾ ICUവിലായിരുന്നു. ആ ICUവിൽ കിടക്കുന്ന മോളെ ഇവിടുന്ന് എത്തി ICUവിലൊന്ന് കയറി കണ്ടു. ആ കുഞ്ഞൊരു അമ്മയെന്നുള്ളൊരു വിളി മാത്രമേ വിളിച്ചുള്ളൂ. അതിനുശേഷം ആ കുഞ്ഞ് കണ്ണ് തുറന്നില്ല. അങ്ങനെ അവർക്കത് നഷ്ടപ്പെട്ടു. അവരൊറ്റപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു വീടുണ്ടാക്കിയുള്ള സമ്പാദ്യങ്ങളെല്ലാം എടുത്തിട്ട് പിന്നെ കുഞ്ഞിൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വെറും കൈയോടെ നാട്ടിൽ വളരെ ദുഃഖിച്ച് ജീവിക്കുന്നവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗവൺമെൻറ് ഇന്ന് പ്രവാസിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഒരു പെൻഷൻ പ്ലാനോ അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് ജീവിക്കാനുള്ള ഒരു പുനരധിവാസത്തിനുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഒരു സഹായം, കൈത്താങ്ങോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇനിയെങ്കിലും പുതിയ ഗവൺമെൻറ്, പഴയ ഗവൺമെൻറ്റും പഴയ കാര്യങ്ങളും മറക്കുക. പുതിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു സജഷൻ കേരളത്തിലെ വേണ്ടപ്പെട്ട ആൾക്കാർ, അതായത് പാർട്ടിയിൽ ഉള്ളവരോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആൾക്കാരോ ഒന്ന് പുതിയ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. നിരാലംബരായ പ്രവാസികൾ, പെൻഷനില്ല, മറ്റു കാര്യങ്ങളില്ല, ഇവിടുന്ന് വിട്ടുപോകുമ്പോൾ ചില സമയത്ത് ഇൻറ്റിമേറ്റ് കിട്ടാതിരിക്കാം. അങ്ങനെ പ്രാരാബ്ധത്തിലും ഒറ്റപ്പെട്ടും ജീവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ വയസ്സായി ഇവിടെ വന്ന് ഡയബറ്റീസും ഹാർട്ട് അറ്റാക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഒരുപാട് ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് എത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഒക്കെ അസുഖങ്ങളുമുണ്ട്. അതുമായിട്ടാണ് ഇവിടുന്ന് ചെല്ലുന്നത്. അപ്പോൾ വീട്ടുകാർക്ക്
പൈസ കിട്ടുന്ന കാലം വരെയും അവർ പ്രിയപ്പെട്ടവരായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രിയപ്പെട്ടവരല്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ഈ പ്രവാസികളായ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാസം എന്തെങ്കിലും ഒരു തുക കിട്ടുന്ന രീതിയിലൊരു പെൻഷൻ പ്ലാൻ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കഥ ഞാൻ പറഞ്ഞത് ഒരാളുടെ മാത്രമാണ്. അങ്ങനെ ഒത്തിരിയും പേര് ഇവിടെ കിടന്ന് നരകിക്കുന്നുണ്ട്. ആ ഒരു വിവരം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പം നാട്ടിൽ വന്നാൽ ഇപ്പോൾ എനിക്കും അറിയില്ല, ഇവിടെ ഒരു യുദ്ധം വന്നു, നമ്മുടെ ബിസിനസ് എല്ലാം തളർന്നു, നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യും. സത്യം പറഞ്ഞാൽ 36 വർഷമായി ഞാനും ഇവിടെ. നമുക്കൊക്കെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ഈ പ്രവാസികൾക്കുള്ളത്. അതുകൊണ്ട് എല്ലാവരും പ്രവാസികളെ സപ്പോർട്ട് ചെയ്യുക. നാട്ടിലെത്തുന്നവരെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അതുപോലെ ആരായാലും നാട്ടുകാരായാലും എല്ലാവരും അവരെ ഒന്ന് കൈപിടിച്ചുയർത്താൻ സഹായിക്കാനും ശ്രമിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.